ലോകത്തിൽ ഓരോ വർഷവും 1 ബില്യൺസിൽ കൂടുതൽ ഫോണുകൾ വിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം 15 കോടി ഫോൺസ് വിൽക്കുന്നുണ്ട്. എല്ലാ ഡിവൈസിന്റെയും ലൈഫ് സൈക്കിൾ 5 വർഷത്തിന് മുകളിലുണ്ടാവും. പക്ഷെ 2 വർഷം പോലും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ ഫോൺ വാങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഴയ ഫോണുകൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മാറ്റും. പിന്നെ നമ്മുടെ ഓഡിയൻസ് ഇപ്പൊ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് റിസ്ക് ആണ്. ഈ സാഹചര്യത്തിൽ കസ്റ്റമേഴ്സിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഒരുപാട് പൈസ കൊടുത്ത് പുതിയ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ചീപ്പായ ഫോൺ കൊണ്ട് ജീവിതം നയിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൂന്നാമത്തെ ചോയ്സ്. പ്രസന്റിംഗ് കൺട്രോൾ Z. കൺട്രോൾ Zയിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നു പ്രീമിയം റിന്യൂഡ് ഡിവൈസസ്. എല്ലാ ഡിവൈസസും പുതിയതുപോലെ ഉണ്ടാവും. ഇത് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസും പുതിയതുപോലെ ആയിരിക്കും. വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 18 മാസത്തെ വാറന്റിയും കിട്ടും. കൺട്രോൾ Zയിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് റീഫർബിഷ്ഡ് സിസ്റ്റത്തിലൂടെയാണ് ഞങ്ങൾ ഇത് സാധിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പഴയ ഫോണുകൾ പുതിയതുപോലെയാണ് ആക്കുന്നത്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചെലവിൽ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ AI ഓട്ടോമേഷനും റോബോട്ടിക്സും ആണ്. കൺട്രോൾ Zയുടെ മിഷൻ സ്മാർട്ട് ഫോണിന്റെ ലൈഫ് സൈക്കിൾ കൂട്ടണം, പിന്നെ റിന്യൂവിനെ ദ ന്യൂ നോർമൽ ആക്കണം. പറയൂ ഇൻവെസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഈ മിഷനിൽ നിങ്ങളും കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഈ വെഞ്ചറിന് ഞാൻ ചോദിക്കുന്നത് 1.5 crores for 1% ഓഫ് മൈ കമ്പനി. താങ്ക് യു. ആദ്യം താങ്കൾക്ക് നല്ലൊരു കോംപ്ലിമെന്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ കർണാലിൽ നിന്നാണ്, ഞാനും അവിടെ നിന്നാണ് വരുന്നത്. സോ കർണാലിൽ നിന്ന് ഇങ്ങനൊരു സംരംഭം വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്കളുടെ കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓൺലൈനിൽ വാങ്ങിയാലും ശരി, ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി വാങ്ങിയാലും ശരി, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോൺ വിൽക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. അങ്ങനെയുള്ള കമ്പനികളോടൊപ്പമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ കമ്പനികളിൽ നിന്ന് ഞങ്ങൾ ഡിവൈസസ് വാങ്ങുന്നു. ആ ഡിവൈസസ് ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് ഞങ്ങളുടെ ഗുർഗാവിലുള്ള ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള ഫെസിലിറ്റിയാണ്. ഇതുപോലൊരു ഫെസിലിറ്റി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല എന്നാ. ഇവിടെ ഞങ്ങൾ എല്ലാ പഴയ ഫോണുകളും ആദ്യം ഡയഗ്നോസ് ചെയ്യും. അതിലെന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് മുഴുവൻ ഡിസസംബിൾ ചെയ്യും. ഏതൊക്കെ പ്രൊഡക്റ്റ് കേടുവന്നിരിക്കുന്നോ അതൊക്കെ മാറ്റും. അതിനുശേഷം മുഴുവനായും റീ അസംബിൾ ചെയ്യും. ഒരു കണ്ടിന്യൂസ് കൺവെയർ ബെൽറ്റിൽ ഒരു ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. അതിനുശേഷം എല്ലാ ഡിവൈസുകളും ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റും ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഉണ്ടാവില്ല. യാതൊരുവിധ സബ്ജക്റ്റീവ് എറേഴ്സും ഉണ്ടാവില്ല. എല്ലാ ഫോണുകളും 300-ൽ പരം ടെസ്റ്റുകൾ കഴിഞ്ഞാണ് വരുന്നത്. മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ ഫെസിലിറ്റിയിലാണ് ചെയ്യുന്നത്. വൺസ് ഡിവൈസ് റെഡിയായതിനു ശേഷം കാണാൻ പുതിയതുപോലെ ഉണ്ടാവും. അതിനുശേഷം ഞങ്ങൾ അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ സെല് ചെയ്യും. ഈ ആഴ്ച ഞങ്ങളുടെ പുതിയ സ്റ്റോറ് ഗുർഗാവണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്സ് ഫോൺ വാങ്ങാൻ അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ഫോൺ വാങ്ങാനായി എല്ലാ അങ്ങാടികളിലും ഒരു കടയുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഐഡിയയും കൊണ്ട് ഇത്രയും വലിയ ബിസിനസ് ചെയ്യാന്ന് എങ്ങനെയാ തോന്നിയത്? നിങ്ങൾ പറഞ്ഞ പോലെ പഴയ ഫോൺ എല്ലാ സ്ഥലത്തും വിൽക്കുന്നുണ്ട്. ഓരോ സ്ട്രീറ്റിലും നമുക്കത് ലഭിക്കും. ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അവരത് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി അത്ര നന്നല്ല. സോ ഞങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും അതിന്റെ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറല്ല. അതായത് ആരും പ്രോഡക്റ്റ് റീഫർബിഷ് ചെയ്യാൻ തയ്യാറല്ല. സോ അവിടെയാണ് പ്രശ്നമുള്ളത്. അതാണ് ഞാൻ എന്റെ കോർ ആയിട്ട് എടുത്തത്. എന്നിട്ട് കഴിഞ്ഞ 5 വർഷം എന്റെ ഏറ്റവും അധികം സമയം ഇതുണ്ടാക്കാനാണ് ചെലവഴിച്ചത്. ഒരു റീഫർബിഷ്മെന്റ് പ്രോസസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി ബിസിനസ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വിടുന്നു. ആൻഡ് അവസാനം നിങ്ങൾ ഇദ്ദേഹത്തിനായി എല്ലാ വാൾട്ടുകളും തുറക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓർഗനൈസ് സെഗ്മെന്റിൽ ധാരാളം പ്ലെയേഴ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഗ്ലോബലായിട്ട്. സോ നിങ്ങളുടെ ബ്രാൻഡിലെ മോട്ട് എന്താണ്? സർ, ഒരു കമ്പനി എന്ന നിലയിൽ ഞങ്ങൾക്ക് 4 മേജർ മോട്ട് ഉണ്ട്. ആദ്യത്തേത് സപ്ലൈ ചെയിൻ ആൻഡ് ഡിവൈസസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പനികളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്സിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഡിവൈസസ് ഒക്കെ കിട്ടുന്നത്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. രണ്ടാമത്തേത് കോമ്പോണൻസ് ആൻഡ് സ്പെയർ പാർട്സ് സപ്ലൈ ചെയിൻ. സോ ഞങ്ങൾ ഈ മാറ്റുന്ന കോമ്പോണൻസ് എല്ലാം അത് ഏത് കമ്പനിയാണ് ആ കോമ്പോണൻസ് ഉണ്ടാക്കുന്നത് അവരായിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഡീലാണ്. അതിപ്പോ ബാറ്ററി ആയാലും ശരി, ഡിസ്പ്ലേ ആയാലും ശരി. പിന്നെ മൂന്നാമത്തേത് ഞങ്ങളുടെ ഫെസിലിറ്റി എൻറ്റയർ പ്രോസസ് ഓഫ് റീഫർബിഷ്ഡ്. ഞങ്ങളുടെ ടെസ്റ്റിംഗ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. 300-ൽ പരം ടെസ്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ഫോൺ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ എത്രയധികം ടെസ്റ്റ് ചെയ്യുന്നോ അത്രയധികം ടെസ്റ്റുകൾ ഞങ്ങളും ചെയ്യും. ബേസിക്കലി OEM ലെവൽ ടെസ്റ്റിംഗ്. അവസാനം കംപ്ലീറ്റ് ആയ ഫോണുകൾ, അതായത് എല്ലാ ഡിവൈസസുകളും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയി കസ്റ്റമറിന് കൊടുക്കുന്നു. ഞങ്ങളുടെ സെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൂലി D2C ആണ്. ഞങ്ങളൊരു കൺസ്യൂമർ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ റീറ്റെയിലും ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ കാണിച്ച ഫെസിലിറ്റി ഇല്ലേ, ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്. അത് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ നിങ്ങൾ ഇതിൽ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം ചെയ്യാനായി 8 കോടി രൂപ ചെലവായിട്ടുണ്ട്. 8 കോടി രൂപയോ? യെസ്. ശരി, അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ ഇയർ ബൈ ഇയർ നിങ്ങളുടെ ടേൺ ഓവർ എന്തുമാത്രം ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ റവന്യൂ 13.8 crore ആണ്. ഈ ബിസിനസ്സിലെ മാർജിൻ എന്താണ്? ഞങ്ങളുടെ ഗ്രോസ് മാർജിൻ എബവ് 22% ആണ്. ഗ്രോസ് 22. നെറ്റോ
സർ ഇന്ന് വരെ ഞങ്ങൾ നെറ്റ് ലെവല് ബ്രേക്ക് ഈവൺ ആണ്. പിന്നെ നിങ്ങൾ ഫണ്ടിംഗ് വെറും 2.5 ക്രോസാ വാങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫെസിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ 8 കോടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് കാണല്ലോ. അല്ല സർ, ഞങ്ങൾ ഇതുവരെ 12 കോടി റേസ് ചെയ്തിട്ടുണ്ട്.